കേരളത്തിലെ ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ക്ഷീരമേഖലയിലെ ഉൽപ്പാദന ചെലവിലുണ്ടായ വൻപിച്ച വർധനമാണ്. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം. ഈ രണ്ട് പ്രതിസന്ധികളിലൂടെ ആയപ്പോൾ കേരളത്തിലെ ക്ഷീരകർഷകർ നിലനിൽപ്പിനായി നട്ടോട്ടം ഓടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നിരവധി തവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇവിടുത്തെ ക്ഷീരമേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും സർക്കാർ കാര്യമായ ഒരു പരിഗണനയും നൽകിയിട്ടില്ല. ഇനി ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോകുവാൻ ഇവിടുത്തെ ക്ഷീരകർഷകർക്ക് സാധിക്കില്ല. ഇവിടെ പാലിൻ്റെ വില വർധനവ് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കിയില്ല എങ്കിൽ ഇന്ന് ഈ പറയുന്ന കേരളത്തിൽ നിൽക്കുന്ന നാമമാത്രമായിട്ടുള്ള ക്ഷീരകർഷകർ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെടുന്നത്. 2019 മിൽമ നടത്തിയ പഠനത്തിൽ, ക്ഷീരമേഖലയിലെ ഉൽപ്പാദന ചെലവിനെ സംബന്ധിച്ച് നടത്തിയ പഠനത്തിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ 43 രൂപ 19 പൈസ കർഷകർക്ക് ചെലവ് വരുന്നു എന്ന് കണ്ടെത്തിയതാണ്. ഈ 2019 1 കിലോ കാലിത്തീറ്റയുടെ വില 24 രൂപയായിരുന്നു. ഇന്ന് ഈ 2025 എത്തി നിൽക്കുമ്പോൾ 1 കിലോ കാലിത്തീറ്റയുടെ വില 35 രൂപയ്ക്ക് മുകളിലാണ്. അതുപോലെ തന്നെ മരുന്നുകൾക്ക് ഏകദേശം 50% മുകളിൽ വില വർദ്ധിക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം സ്വാഭാവികമായി ലഭിക്കുന്ന പുല്ലുകളുടെ ലഭ്യതക്കുറവ്. ഇന്നിപ്പോൾ ക്ഷീരകർഷകർ കൂടുതലായി ആശ്രയിക്കുന്നത് പൈനാപ്പിൾ തണ്ടുകളെയാണ്. ആദ്യകാലങ്ങളിൽ ഇത് നമുക്ക് കർഷകർക്ക് സൗജന്യമായി ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതിനും പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ പ്രതിസന്ധികൾ, ഈ ക്ഷീരമേഖലയിലെ കർഷകരുടെ പ്രതിസന്ധികളെക്കുറിച്ച് പഠനം നടത്തുന്നതിനോ ആനുപാതികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനോ സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഏപ്രിൽ 1-ാം തീയതി മുതൽ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പാലിന് വില വർദ്ധിപ്പിക്കുകയാണ്. എങ്കിലും കേരളത്തിലെ ക്ഷീരകർഷകരുടെ പാലിന് വില വർദ്ധിപ്പിക്കില്ല എന്നുള്ള ഒരു കടുംപിടുത്തമാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ 1 ലിറ്റർ പാലിന് 70 രൂപയെങ്കിലും കർഷകർക്ക് കിട്ടിയാൽ മാത്രമേ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ആ അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഇവിടുത്തെ സർക്കാർ സ്വീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനം.